So dear students, in this video we are going to discuss the fifth property of a complex production function. അഞ്ചാമത്തെ property ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് about the marginal rate of technical substitution of labor for capital. അപ്പോൾ നമ്മൾ അത് ഓൾറെഡി പഠിച്ചതാണ്. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് സംതിങ്. നമ്മൾ ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കുകയാണ്. അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ലേബർ ആൻഡ് ക്യാപിറ്റൽ ഉണ്ട്, അതാണ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ ലേബറും ക്യാപിറ്റലും നിങ്ങൾ എത്രയാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ marginal rate of technical substitution is the slope of the isoquant. എന്താണ്? It is the slope of the isoquant. അപ്പോൾ അത് നമുക്കറിയാം. J.R. Hicks എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് 1932 അത് ഡെവലപ്പ് ചെയ്തത്. And it was popularized by Mrs. John Robinson in 1933. അപ്പോൾ ഇനി നമ്മൾ പറയുവാണ് ഈ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇക്വേഷൻ ഇതാണ്: മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു ക്യൂ ബൈ എൽ. ആൽഫ ഇൻറ്റു ക്യൂ ബൈ എൽ ആണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. നമ്മളത് പഠിച്ചതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ. അതായത് ഈ ക്യൂ ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ക്യൂ ബൈ എൽ. ആൻഡ് ആൽഫ ഇൻറ്റു ക്യൂ ബൈ എൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്യൂ ബൈ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. സോ അടുത്ത ഇതിൽ നമുക്ക് എന്ത് എഴുതാം? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇനി അതേപോലെ തന്നെ നമുക്ക് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ സെയിം രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ. ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ. ഈ ക്യൂ ബൈ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ബോൾഡിൽ കൊടുത്ത ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ കുറേ തവണ എഴുതി നോക്കണം. അതേപോലെ തന്നെ പ്ലസ് ടുവിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ, പ്ലസ് ടുവിൽ എക്കണോമിക്സ് പഠിച്ച കുട്ടികളാണെങ്കിൽ അവർ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഈ കോംപ്ലക്സ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഇതൊരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. കുറച്ചല്ല, കുറേ അധികം ഡിഫിക്കൽട്ട് ആയിരിക്കും. കുറച്ച് എഫേർട്ട് എടുത്തിട്ട് എല്ലാവരും മനസ്സിരുത്തി എന്ത് ചെയ്യാം? ഇത് ഓരോ ഇക്വേഷൻസ് നിങ്ങൾ എഴുതി നോക്കുക. ഓക്കെ, സോ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ, അല്ലെങ്കിൽ ബീറ്റ ഇൻറ്റു ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആ ആവറേജ് പ്രൊഡക്റ്റ് നമ്മൾ ബീറ്റേനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ്: മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ. അതേപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്താണ്? ആൽഫ ഇൻറ്റു ക്യൂ ബൈ എൽ ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ക്യൂ ബൈ എല്ലും മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെയും നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷൻസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ ആണ്. ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ. അപ്പോൾ നമുക്കറിയാം MRTS ഈക്വൽ ടു എന്താണ്? MRTS ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ നമുക്കറിയാം മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇക്വേഷൻ അവിടെയുണ്ട്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ അവിടെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇക്വേഷൻ ഇൻടു ദിസ് ഇക്വേഷൻ. ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബറിന് പകരം ആൽഫ ഇൻറ്റു ക്യൂ ബൈ എൽ കൊടുക്കുക. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റലിന് പകരം ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എഴുതാം. നമ്മുടെ ഇക്വേഷൻ എന്താവും? ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ, ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ ഡിവൈഡഡ് ബൈ alpha into q by l divided by ആണ്.
alpha into Q by L divided by beta into Q by K. That is marginal product of labor divided by marginal product of capital. Alpha into Q by L divided by here you can write beta into Q by K. So ഇതാണ് നമുക്ക് ഇക്വേഷൻ ഉള്ളത്. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ സോൾവ് ചെയ്യണം അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ ഇത് സോൾവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ ഓക്കെ സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുവാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആൽഫ ബൈ ബീറ്റ അതേപോലെ തന്നെ എഴുതുക. ഓക്കെ ആൽഫ ബൈ ബീറ്റ അതേപോലെ തന്നെ എഴുതുക. ദാറ്റ് ഈസ് ആൽഫ ബൈ ബീറ്റ. ആൽഫ ബൈ ബീറ്റ നമ്മൾ അതേപോലെ തന്നെ എഴുതി. ഓക്കെ ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്ത് ക്യൂ ബൈ എൽ ഡിവൈഡഡ് ബൈ ക്യൂ ബൈ കെ. ക്യൂ ബൈ എൽ ഡിവൈഡഡ് ബൈ ക്യൂ ബൈ കെ. അപ്പൊ അത് ഉള്ളത് ഈ ക്യൂ ബൈ എൽ ഡിവൈഡഡ് ബൈ ക്യൂ ബൈ കെ എന്നുള്ളത് ഏത് ഫോമിലാണ്? എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി അല്ലേ? A by B divided by C by D. That is A by B divided by C by D എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഈ A by B divided by C by D എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റുക നമുക്ക്? That's equal to A by B അതേപോലെ തന്നെ എഴുതുക ഇൻറ്റു ഡിവൈഡഡ് ബൈ ഇൻറ്റു ആവും C by D ആവുക D by C ആവും. ഓക്കെ ഇൻറ്റു D by C. ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ്റെ ഫോമാറ്റ്. ഓക്കെ ഇതാണ് റൂള്. ഓക്കെ എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി ഈക്വൽ ടു എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അതേ ഫോമിലാണ് ഏതുള്ളത്? ഈ ക്യൂ ബൈ എൽ ഡിവൈഡഡ് ബൈ ക്യൂ ബൈ കെ ഉള്ളത്. അപ്പോൾ അതെന്താവും? ക്യൂ ബൈ എൽ ഇൻറ്റു ക്യൂ ബൈ കെ എന്നുള്ളത് റെസിപ്രോക്കൽ ആക്കുക അല്ലെങ്കിൽ മറിച്ചിടുക. അതായത് കെ ബൈ ക്യൂ എന്നുള്ളതാവും. അപ്പോൾ ആൽഫ ബൈ ബീറ്റ ഇൻറ്റു എന്താവും? ക്യൂ ബൈ എൽ ഇൻറ്റു ക്യൂ ബൈ കെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുക. ഓക്കെ ആൽഫ ബൈ ബീറ്റ ഇൻറ്റു ക്യൂ ബൈ എൽ ഡിവൈഡഡ് ബൈ ആൽഫ ബൈ ബീറ്റ ഇൻറ്റു ക്യൂ ബൈ എൽ ഇൻറ്റു ക്യൂ ബൈ കെ. ഓക്കെ അപ്പം നമ്മൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് 1 സെക്കൻഡ്. അപ്പം ഞാൻ ഇങ്ങനെയാക്കാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി കാണാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഈസി ഇതായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ ഇവിടെ എന്ത് വരും? ക്യൂ ബൈ എൽ വരും. ഇവിടെ കെ ബൈ ക്യൂ വരും. ഓക്കെ ഇവിടെ ഏറ്റവും മിഡിൽ ആയിട്ട് ഇൻറ്റു വരും. ഓക്കെ അപ്പോൾ ഇനി നമ്മൾ എന്താണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതെങ്കിലും കോമൺ ഉണ്ടോ? നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? യെസ് ഉണ്ടല്ലേ. ഈ ക്യൂ ക്യാൻസൽ ചെയ്യാം അല്ലേ? ഈ ക്യൂ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യൂ ബൈ ക്യൂ അപ്പോൾ അതെന്താണ്? 1 ആണ്. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ ക്യൂ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ തന്നെ വേറെ ഏതായുള്ളത്? ഈ ക്യൂ ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ സോ നമുക്ക് ബാക്കി എന്താ ഉള്ളത്? ബാക്കി MRTS എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടിയത്? ആൽഫ ബൈ ബീറ്റ ഉണ്ട്. ഓക്കെ ഫൈൻ. ആൽഫ ബൈ ബീറ്റ എഴുതി. ഓക്കെ നമുക്ക് എന്താ ഉള്ളത്? ഇനിയുള്ളത്
ഇൻറ്റു ഇത് ഇവിടെ 1 എന്നാണ് അർത്ഥം അല്ലേ. ക്യൂവും അവിടെ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി കെ ഉണ്ട് ബൈ എൽ ഉണ്ട്. സോ എന്താണ് ബാക്കിയുള്ളത്? കെ ബൈ എൽ. സോ ആൽഫ ബൈ ബീറ്റ ഇൻറ്റു കെ ബൈ എൽ. അപ്പോൾ ഇതാണ് നമ്മുടെ MRTSൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. MRTS ലേബർ ഫോർ ക്യാപിറ്റൽ ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു ആൽഫ ബൈ ബീറ്റ ഇൻറ്റു കെ ബൈ എൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത 6ാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. 6ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു യൂണിറ്റി. അതായത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞത്? 1 എന്നാണ് പറഞ്ഞത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ സിഗ്മ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ഈക്വൽ ടു 1. അപ്പോൾ ഈ ഒരു കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ എന്താണ് ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ? ഇത് അഗെയിൻ നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ? നമ്മൾ പറയുന്നു ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കെ ബൈ എൽ റേഷ്യോ ടു ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ MRTS. സോ ഏതോ 2 വേരിയബിൾസ് തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. അപ്പോൾ എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? ഒന്ന് നോക്കിയേ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ട് റേഷ്യോ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ട് റേഷ്യോ അല്ലെങ്കിൽ കെ ബൈ എൽ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ MRTS. സോ ഇതാണ് എന്ത്? നമ്മുടെ MRTSൻ്റെ ഇക്വേഷൻ. അപ്പോൾ MRTSൻ്റെ ഇക്വേഷൻ MRTS അല്ല, ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഇക്വേഷൻ ഇതാണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻപുട്ട് റേഷ്യോ ദാറ്റ് ഈസ് കെ ബൈ എൽ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ MRTS. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ MRTS. അതുപോലെ തന്നെ ഈ ഒരു കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 1 ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. പക്ഷെ സാധാരണ നമ്മുടെ വാല്യൂ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ജനറൽ അതിൻ്റെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. 0 to ഇൻഫിനിറ്റി ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ. 0 to ഇൻഫിനിറ്റി ആണ്. അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തമ്മിൽ എന്തില്ല? സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. ദർ ഈസ് impossibility of factor substitution between factors of production. ഓക്കെ, അപ്പോൾ അതാണ് 0 എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ, യെസ്, ഇതാണ് ഇഫ് സിഗ്മ ഈസ് ഈക്വൽ ടു 0 ഓർ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. ഒരു ഇൻപുട്ടിന് പകരം നമുക്ക് മറ്റൊരു ഇൻപുട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എത്രയാണത്? 1 ആണ്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് എഴുതുക? ഇക്വേഷൻ ഇങ്ങനെയാണ്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കെ ബൈ എൽ റേഷ്യോ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ MRTS. ദാറ്റ് ഈസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അതായത് ഡോ MRTS എന്ന് എഴുതിയില്ലേ? ഡോ MRTS ഡിവൈഡഡ് ബൈ MRTS, അതാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ MRTS. അതേപോലെ തന്നെ എന്ത് എഴുതുക? ഡോ കെ ബൈ എൽ ഡിവൈഡഡ് ബൈ കെ ബൈ എൽ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഡോ കെ ബൈ എൽ ഡിവൈഡഡ് ബൈ കെ ബൈ എൽ ഹോൾ ഡിവൈഡഡ് ബൈ ഡോ MRTS ബൈ MRTS. സോ എന്താ ഇക്വേഷൻ? ഡോ കെ ബൈ എൽ ബൈ കെ ബൈ എൽ ഹോൾ ഡിവൈഡഡ് ബൈ ഡോ MRTS ഡിവൈഡഡ് ബൈ MRTS. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ 1 ആണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ MRTS അവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് എന്താണ്? ആൽഫ ബൈ ബീറ്റ ഇൻറ്റു കെ ബൈ എൽ. ആൽഫ ബൈ ബീറ്റ ഇൻറ്റു കെ ബൈ എൽ. ഓക്കെ, ആൽഫ ബൈ ബീറ്റ ഇൻറ്റു കെ ബൈ എൽ. അപ്പോൾ ഇതാണ് നമ്മൾ 6ാമത്തെ പ്രോപ്പർട്ടി. ഇനി 7ാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. 7ാമത്തെ പ്രോപ്പർട്ടി ഇതാണ്. നമ്മൾ ഈ ആൽഫയുടെയും ബീറ്റയുടെയും നമ്മൾ പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റലിൻ്റെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബീറ്റ എന്ന് പറയുന്നു. അതായത് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്?
ആൽഫ എന്ന് പറഞ്ഞാൽ ലേബറിന്റെ പവർ ആണ് അല്ലേ. അതായത് നിങ്ങൾക്കറിയില്ലേ Q is equal to A into L raised to alpha K raised to beta. ആ എല്ലിന്റെ പവർ ആണ് എന്ത് ആൽഫ, കെന്റെ പവർ എന്താണ് ബീറ്റ. അപ്പൊ എല്ല് ലേബർ, ആ ലേബർ എത്രമാത്രമാണ് നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്, നമ്മൾ കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട് 3/4 ആണ് ടോട്ടൽ ഷെയർ ഓഫ് ലേബർ ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ്. അപ്പൊ അതുപോലെ തന്നെ ക്യാപിറ്റലിന്റെ എത്രയായിരുന്നു 1/4 ആണ്. ഓക്കെ, സോ ക്യാപിറ്റലിന്റെ ഷെയർ എത്രയാണ് ടോട്ടൽ പ്രൊഡക്റ്റില്, അതാണ് ബീറ്റ. അപ്പൊ ഈ ആൽഫേനെയും ബീറ്റേനെയും എന്താണെന്നാണ് പറയുന്നത്, ദേ ആർ നോൺ ആസ് ഡിസ്ട്രിബ്യൂട്ടീവ് പാരാമീറ്റേഴ്സ്. ദേ ആർ നോൺ ആസ് ഡിസ്ട്രിബ്യൂട്ടീവ് പാരാമീറ്റേഴ്സ്. അതേപോലെ തന്നെ നമുക്കിത് എന്താണ്, നമുക്ക് ഈ ആൽഫയെ നമുക്ക് ഇങ്ങനെ എഴുതാം, ആൽഫയെ നമുക്ക് ഇങ്ങനെ എഴുതാം, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ആൽഫ ഇങ്ങനെയാണ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, സോറി മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. അപ്പൊ ഇതാണ് ആൽഫ. ആൽഫയുടെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. എന്താണ് ആൽഫയുടെ വാല്യൂ, ദാറ്റ് ഈസ് എങ്ങനെ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ divided by average product of labor. So it is the ratio of average product and marginal product of labor. Labor in the marginal product divided by labor in the average product. Okay, അതാണ് എന്ത് ആൽഫ. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. അപ്പൊ ഇതാണ് ആൽഫ എന്ന് പറഞ്ഞാൽ. സെയിം നമുക്ക് ബീറ്റയിലും എഴുതാം. അപ്പൊ ബീറ്റയിൽ എന്ത് വരും, ബീറ്റയിൽ എന്ത് വരും, ബീറ്റ ഈസ് ഈക്വൽ ടു, ബീറ്റ ഈസ് ഈക്വൽ ടു, നിങ്ങൾ എഴുതണം കേട്ടോ, ബീറ്റ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, സെയിം തന്നെ വരുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ്, ഇവിടെ എന്താക്കിയാൽ മതി ക്യാപിറ്റൽ. ഈ ക്യാപിറ്റലിനെല്ലാം മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വേണം എഴുതാൻ കേട്ടോ. മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ, ആൻഡ് ഹിയർ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് എനി ഫാക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ആവറേജ് പ്രൊഡക്റ്റ് ആണ് എന്ത് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി. സോ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി എത്രയാണ്, എന്താണ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി, നമ്മൾ ഏത് ഫാക്ടറിൻ്റെ ആണെങ്കിലും ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടർ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് ഫാക്ടർ. അപ്പോൾ ഇതാണ് എന്ത് നമ്മളെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദിസ് ഈസ് നോൺ ബൈ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. നിങ്ങൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി. എന്താണ് ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തോ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റൊരു വേരിയബിളിൽ എന്ത് മാറ്റമാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുവാണെങ്കിൽ നമ്മൾ പ്രൈസിൽ ചേഞ്ച് വരുവാണ്, നമ്മൾ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ആണോ അല്ലെങ്കിൽ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ, പ്രൈസിൻ്റെ അതേ ചേഞ്ച് തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിലാണോ, അല്ലെങ്കിൽ പിന്നെ ഒരു മാറ്റവും ഇല്ല അങ്ങനെയാണോ, അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്തിൽ നോക്കുന്നത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് അല്ലേ. പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ മരുന്നുകൾ, ഓക്കെ, ലൈഫ് സേവിങ് ഡ്രഗ്സ്, അതിൻ്റെ പ്രൈസ് എത്ര വർദ്ധിച്ചാലും അല്ലെങ്കിൽ എത്ര കുറഞ്ഞാലും അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, നമ്മൾ ചേഞ്ച് ചെയ്യില്ല അല്ലേ, അത് നമ്മൾ എന്താണ് സെയിം തന്നെ നിർക്കും. അപ്പോൾ പ്രൈസ് അവിടെ ഇൻസെൻസിറ്റീവാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചതാണ്, ഓക്കെ, അതിൻ്റെ ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അതാണ് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റീൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കിയത് എന്തായിരുന്നു, ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ എന്തായിരുന്നു,
നമ്മൾ നോക്കിയത് ഡിമാൻഡ് പ്രൈസ്. ഇവിടെ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റിയിൽ എന്താണ്, നമ്മൾ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ലേബറിൻ്റെ, ശ്രദ്ധിക്കണേ, ലേബറിൻ്റെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചേഞ്ച് വരുത്തിയപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ചാണ് വന്നത്? ലേബർ നമ്മൾ നേരത്തെ പറഞ്ഞു 20 ലേബർ ആയിരുന്നു ആദ്യം മാസ്ക് ഉണ്ടാക്കിയത്, പിന്നെ 40 ലേബറിലേക്കായി. അപ്പോൾ 20 ലേബർ മാസ്ക് ഉണ്ടാക്കുന്നു, അപ്പോൾ നമ്മൾ 1000 മാസ്ക് ഉണ്ടാക്കുന്നു. പിന്നെ 40 ലേബർ ആയപ്പോൾ, അതായത് 20% കൂടിയപ്പോൾ ഒരു 4000ലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ ചേഞ്ച് എത്രയാണ്? ഓക്കെ, ലേബറിൽ നമ്മൾ ചേഞ്ച് വരുത്തിയപ്പോൾ ഔട്ട്പുട്ടിലുള്ള ചേഞ്ച് എത്രയാണ്? സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ലേബർ. ലേബർ നമ്മൾ 1% കൂട്ടിയപ്പോൾ ഔട്ട്പുട്ടിൽ എത്ര പെർസെൻറ്റേജ് ആണ് ചേഞ്ച് വന്നത്? അതിൻ്റെ റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ലേബർ. അപ്പോൾ ലേബറിൻ്റെ ഇലാസ്റ്റിസിറ്റി ആണ് അവിടെ എന്ത് പറയുന്നത്? ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ലേബർ. ഇനി സെയിം നമ്മൾ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ എന്ന് വരുമ്പോൾ ഇതെന്താക്കിയാൽ മതി? ആ ലേബറിന് പകരം എന്താക്കിയാൽ മതി? ക്യാപിറ്റൽ ആക്കിയാൽ മതി. സോ ഇവിടെ ക്യാപിറ്റൽ എന്ന് ആക്കിയാൽ മതി. അപ്പോൾ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ സെയിം തന്നെ, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വി ടേക്ക് ക്യാപിറ്റൽ ആസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ലേബർ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ഇക്വേഷനിൽ കൂടെ നമ്മൾ പറയുകയാണ് ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? മാർജിനൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു മാർജിനൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ്. യെസ്, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ നമ്മൾ മേലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പം നമുക്കറിയാം മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആദ്യം എഴുതി. എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ്? ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ അല്ലെങ്കിൽ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ല, ആൽഫ ഇസ് ഈക്വൽ ടു മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, അത് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തേ? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എങ്ങനെയാണ്? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ക്യൂ ബൈ എൽ. നമുക്കറിയാം ക്യൂ ബൈ എൽ എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണ്. ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷനിലേക്ക്, അതായത് ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ നമുക്കറിയാം ആൽഫ ഇൻറ്റു ക്യൂ ബൈ എൽ ആണ്. അപ്പോൾ ഇവിടത്തേക്ക് ഓക്കെ ഈക്വൽ ടു എന്ത് വരും? ആൽഫ ഇൻറ്റു ക്യൂ ബൈ എൽ, അതാണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടേ? ഹോൾ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. അത് എത്രയാ? ക്യൂ ബൈ എൽ ആണ്. ക്യൂ ബൈ എൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഹോൾ ഡിവൈഡഡ് ബൈ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അല്ലേ? ക്യൂ ബൈ എൽ ഡിവൈഡഡ് ബൈ എന്താണ്? ക്യൂ ബൈ എൽ. അപ്പോൾ അവിടെ എന്ത് വരും? നമ്മൾ ഇൻറ്റു വരും. ഡിവൈഡഡ് ബൈ വരുമ്പോൾ ഇൻറ്റു വരും. റെസിപ്രോക്കൽ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്യൂ ബൈ എൽ ഇൻറ്റു എൽ ബൈ ക്യൂ. അപ്പോൾ എന്ത് വരുന്നു? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യൂവും ക്യാൻസൽ ചെയ്യുന്നു, എല്ലും ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ബാക്കി എന്ത് മാത്രമാവുന്നു? ആൽഫ മാത്രമാവുന്നു. ഓക്കെ, ബാക്കി എന്താവുന്നു? ആൽഫ മാത്രമാവുന്നു. സോ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് എന്താണ്? നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ലേബർ ആൽഫയാണ്. ഓക്കെ, ലേബർ ആൽഫയായിട്ട് കിട്ടി. ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ. അതുപോലെ തന്നെ ക്യൂ ബൈ കെ എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ നമ്മൾ ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ ഹോൾ ഡിവൈഡഡ് ബൈ ക്യൂ ബൈ കെ. ദാറ്റ് ഈസ് എന്താണ്? ബീറ്റ ഇൻറ്റു ക്യൂ ബൈ കെ ഇൻറ്റു കെ ബൈ ക്യൂ വരും. അപ്പോൾ എന്താ? 2
ക്യൂവും രണ്ട് ക്യൂവും രണ്ട് കെയും ക്യാൻസൽ ചെയ്യും. അപ്പം നമുക്ക് എന്ത് മാത്രമാവും? നമുക്ക് ബീറ്റ മാത്രമാവും. സോ ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ എന്ന് നമുക്ക് കിട്ടും. സോ നമ്മൾ അത് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത എട്ടാമത്തത് എന്ന് പറയുന്നത് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈൽഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഈച്ച് ഔട്ട്പുട്ട്. ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു ഈച്ച് ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ഒൻപതാമത്തെന്ന് പറയുന്നത് ഫാക്ടർ ഇൻറ്റൻസിറ്റി ആണ്. ഫാക്ടർ ഇൻറ്റൻസിറ്റി ഇതിനകത്ത് മെഷർ ചെയ്തത് ആൽഫ ബൈ ബീറ്റ ആണ്. ഫാക്ടർ ഇൻറ്റൻസിറ്റി ഈസ് മെഷേർഡ് ബൈ ആൽഫ ബൈ ബീറ്റ, ബൈ ദ റേഷ്യോ ആൽഫ ബൈ ബീറ്റ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബറിൻ്റെ പവറാണ്. അപ്പോൾ ഇതിനകത്ത് ആൽഫ ബൈ ബീറ്റയിൽ ആൽഫ ആണ് കൂടുതലെങ്കിൽ, അല്ലെങ്കിൽ ഹയർ ദ റേഷ്യോ ഇറ്റ് ഈസ് ലേബർ ഇൻറ്റൻസീവ്, ലോവർ ദ റേഷ്യോ ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ഓക്കെ, അപ്പം മോർ ലേബർ ഇൻറ്റൻസീവ്, ഹയർ ദ റേഷ്യോ മോർ ലേബർ ഇൻറ്റൻസീവ്, ലോവർ ദ റേഷ്യോ മോർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. ഇനി അടുത്ത പത്താമത്തെ ഏറ്റവും ലാസ്റ്റിലത്തെ പ്രോപ്പർട്ടിയാണ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ. എന്താണ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ? അതായത് നമുക്കറിയാം നമ്മുടെ കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ എന്താണ് ഫങ്ഷണൽ ഫോം ഇതാണ്. Q is equal to A into L raised to alpha K raised to BT ആണ്. അതിനകത്ത് A എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻസി പാരാമീറ്റർ ആണ്. L എന്ന് പറഞ്ഞാൽ ലേബർ, ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ലേബർ, ആൻഡ് ദെൻ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഈ രണ്ടും എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ആണ്. ഓക്കെ, എത്രയാണ് ലേബറും ക്യാപിറ്റലിൻ്റെയും ഷെയർ എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ആണ് ആൽഫയും ബീറ്റയും. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി പാരാമീറ്റർ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സെയിം ലേബേഴ്സ് ഉണ്ടാവാം, സെയിം ക്യാപിറ്റൽ ഉണ്ടാവും. രണ്ട് ഫേം, ഒന്ന് അംബാനീൻ്റെ അല്ലെങ്കിൽ പിന്നെ ഫേം, അതുപോലെ തന്നെ വേറൊരു എ എന്ന് പറയുന്ന ഒരാളുടെ ഫേം. അപ്പോൾ അംബാനിയുടെ ഇതിനകത്തുള്ള അതേ ലേബറും ക്യാപിറ്റലും തന്നെയാണ് എ എന്ന് പറയുന്ന ആൾക്കുള്ളത്. അപ്പോൾ രണ്ടാളുടെയും എഫിഷ്യൻസി ഡിഫറെൻ്റ് ആണ്. അത് മാനേജറിയൽ എഫിഷ്യൻസി കൊണ്ട് ഔട്ട്പുട്ടിൽ ഡിഫറൻസ് വരുന്നു. ഓക്കെ, കോസ്റ്റ് കുറഞ്ഞ ടെക്നിക്സ് ഇയാൾക്ക് അറിയുന്നതുകൊണ്ട് അയാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫിഷ്യൻസി വിച്ച് ഈസ് ഡ്യൂ ടു സം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എസ്എ ക്വസ്റ്റിന് വരാം, അല്ലെങ്കിൽ കോബ് ഡഗ്ലസ് മാത്രമായിട്ട് ചോദിക്കാം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാ പ്രൂഫും എഴുതാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ടൈം അനുസരിച്ചിട്ട് എഴുതുക. അല്ലെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രം പഠിച്ചിട്ട് പോവുക, അതെങ്കിലും എഴുതുക. ഓക്കെ, അപ്പോൾ സോ ഇവിടെ ഈ വീഡിയോ പ്രോപ്പർട്ടീസ് കഴിഞ്ഞിരിക്കുവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് യൂസ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.